ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ദഫേദാർ, പ്രസ്മാൻ, സ്വീപ്പർ ആയ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള കേരള PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മൈക്രോ ഫിനാൻസ് സംരംഭം ഏതാണ്? KSFE, KFC, കുടുംബശ്രീ സഹകരണ ബാങ്ക്. ശരിയുത്തരം കുടുംബശ്രീ. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് നൽകുന്ന സംരക്ഷണ നിയമത്തിന്റെ പേര്? ഇൻഷുറൻസ്, പേറ്റന്റ്, വസ്തു നിയമം, വിദേശ നാണയ നിയമം. ശരിയുത്തരം പേറ്റന്റ്. ഇന്ത്യയിൽ 1992 പാർലമെന്റ് പാസാക്കുകയും 1993 നിലവിൽ വരികയും ചെയ്ത പഞ്ചായത്തി രാജ് നഗരപാലികാ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത്? ഭരണഘടനയുടെ 73, 74 ഭേദഗതി നിയമങ്ങളാണിത്. ഈ നിയമപ്രകാരം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് നിയമങ്ങളാണിത്. ഈ 3 തലങ്ങൾ 9ാം പഞ്ചവത്സരക്കാലത്ത് നിലവിൽ വന്ന ഈ നിയമം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് ഈ നിയമത്തിന്റെ ഭാഗമാണ്. ശരിയുത്തരം കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് ഈ നിയമത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള നിക്ഷേപ മാർഗം ഏതാണ്? ബാങ്ക് ലോട്ടറി, വ്യവസായം, മ്യൂച്വൽ ഫണ്ട്. ശരിയുത്തരം മ്യൂച്വൽ ഫണ്ട്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആര്? പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഉപരാഷ്ട്രപതി. ശരിയുത്തരം പ്രധാനമന്ത്രി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര്? എം വിശ്വേശ്വരയ്യ, നെഹ്റു, അംബേദ്കർ, ഗാന്ധിജി. ശരിയുത്തരം എം വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് 2015 ജനുവരി 1 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിന്റെ പേര്? നീതി ആയോഗ്. ബേട്ടി ബച്ചാവോ, ജൻധൻ യോജന, ഈ ശ്രം പദ്ധതി. ശരിയുത്തരം നീതി ആയോഗ്. പലിശ ലഭിക്കാത്ത നിക്ഷേപം ഏതാണ്? കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ശരിയുത്തരം കറന്റ് ഡെപ്പോസിറ്റ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്കിതര ധനകാര്യ കമ്പനി ഏതാണ്? KCB കിൻഫ്ര, KSFE, നബാർഡ്. ശരിയുത്തരം KSFE. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, മുദ്ര ബാങ്ക്. ശരിയുത്തരം മുദ്ര ബാങ്ക്. പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ് ജലം, വനവിഭവം എന്നിവ. എന്നാൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത വിഭവം ഏത്? പെട്രോളിയം, സൗരോർജം, തിരമാല, കാറ്റ്. ശരിയുത്തരം പെട്രോളിയം. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും വലിയ ബാങ്ക് ഏത്? വിജയ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI, ദേന ബാങ്ക്. ശരിയുത്തരം SBI. ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുന്ന ചിഹ്നം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010, 2015, 2012, 2014.
ശരിയുത്തരം 2010. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏത്? കാനറ ബാങ്ക്, SBI, IOB, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ? ശരിയുത്തരം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ബാങ്കിന്റെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്, പാരീസ്, വാഷിംഗ്ടൺ, ജനീവ? ശരിയുത്തരം വാഷിംഗ്ടൺ. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആദ്യ ലോക സമ്മേളനം നടന്നത് 1972 സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ചരൺ സിംഗ്, ദേവഗൌഡ, ഇന്ദിരാഗാന്ധി, വാജ്പേയി? ശരിയുത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് എപ്പോൾ? 1950 ജനുവരി 26, 1949 നവംബർ 26, 1950 മാർച്ച് 15, 1951 ജനുവരി 26? ശരിയുത്തരം 1950 മാർച്ച് 15. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് എവിടെ? ഡൽഹി, കൊൽക്കത്ത, ആഗ്ര, മുംബൈ? ശരിയുത്തരം കൊൽക്കത്ത. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ? ശരിയുത്തരം മുംബൈ. ദേശീയ ഉപഭോക്തൃ ദിനം ഏതാണ്? ഡിസംബർ 24, ഡിസംബർ 10, ഒക്ടോബർ 24, ജനുവരി 30? ശരിയുത്തരം ഡിസംബർ 24. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക്, എക്സിം ബാങ്ക്, മുദ്ര ബാങ്ക്, SBI? ശരിയുത്തരം എക്സിം ബാങ്ക്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക്, എക്സിം ബാങ്ക്, നബാർഡ്, SBI? ശരിയുത്തരം നബാർഡ്. ബാങ്ക് തര ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകൾ, ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ? ശരിയുത്തരം വാണിജ്യ ബാങ്കുകൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വ്യവസായ വികസനം, സുസ്ഥിര വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം? ശരിയുത്തരം സുസ്ഥിര വികസനം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, പാരീസ്, സ്റ്റോക്ക്ഹോം, റയോ ഡി ജനൈറോ? ശരിയുത്തരം ജനീവ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? സർദാർ പട്ടേൽ, മഹാത്മാഗാന്ധി, തിലകൻ, നെഹ്റു? ശരിയുത്തരം നെഹ്റു. ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പുനർനാമകരണത്തിലൂടെ അറിയപ്പെടുന്ന പേര് എന്താണ്? KSFE, KFC, KCB, കിൻഫ്ര? ശരിയുത്തരം KFC. കുടിയേറ്റ തൊഴിലാളികളെ സഹായിക്കാനായി രൂപം കൊണ്ട ബാങ്ക് ഏതാണ്? പേയ്മെന്റ് ബാങ്ക്, ദേന ബാങ്ക്, ബറോഡ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്?
ശരിയുത്തരം പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനം ഏതാണ്? ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്. ശരിയുത്തരം റിസർവ് ബാങ്ക്. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.